ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മാനിച്ച് ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അധികാരത്തിലെത്തിയതെന്നാണ് ബിജെപിയുടെ നേതാക്കൾ തുറന്നു സമ്മതിക്കുന്നുള്ളത്. ആ സമ്മതം അങ്ങ് പാർട്ടി ഓഫീസിൽ വെച്ചാൽ മതി എന്നാണ് ഞങ്ങളുടെ വാദം. കാരണം ഞങ്ങൾ ആരോപിച്ച കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി വസ്തുതാപരമായി നിങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ എന്നാലും ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നുവല്ലോ രാജ്യത്ത് ഒരിടത്തും വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടന്നിട്ടില്ല എന്ന്. എന്നാൽ ഒരു കാര്യം ചെയ്യുക, രാജ്യത്ത് ഒരിടത്തും വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടന്നിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ നിരത്തുക, തെളിവുകൾ നൽകുക, പരസ്യമായി സംവാദത്തിന് തയ്യാറാവുക. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രീതികളെ മാനിച്ചല്ല നിങ്ങൾ അധികാരത്തിലേറിയതെന്ന് ഞങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ചോദിക്കും, അതെന്തേ ഞങ്ങളോട് മാത്രം അങ്ങനെ? നിങ്ങളോട് മാത്രം അങ്ങനെയാവാൻ കാരണം നിങ്ങൾ തന്നെയാണ്. തിരഞ്ഞെടുപ്പിന്റെ മര്യാദകളെ ലംഘിച്ചുകൊണ്ട് പല ബൂത്തുകളും കയ്യേറുകയും സ്ട്രോങ് റൂമുകളിൽ വരെ അട്ടിമറി നടത്തുകയും വോട്ടിംഗ് മെഷീനുകളിൽ വരെ അട്ടിമറി നടത്തുകയും ചെയ്ത ഒരു പാരമ്പര്യം നിങ്ങൾക്കിടയിലുണ്ട്. ആ പാരമ്പര്യം നിങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് നിങ്ങളാണ്. രാജ്യത്തെ വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചത് ദൃശ്യങ്ങൾ അടങ്ങുന്ന വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ലക്നൌവിൽ രാജ്നാഥ് സിംഗിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗിന്റെ മണ്ഡലത്തിൽ പോലും ഒരു സുരക്ഷാ സംവിധാനമില്ലാതെ ട്രക്കുകളിൽ കയറ്റി EVM മെഷീനുകൾ കൊണ്ടുപോയത് വ്യക്തമായി തെളിയിച്ചതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ തലയിൽ വോട്ടിംഗ് മെഷീനുകൾ കളിപ്പാട്ടം എന്ന രീതിയിൽ കൊടുത്തുവിടുന്ന ബീഹാറിലെ ദാരുണമായിട്ടുള്ള കാഴ്ച നിങ്ങളുടെ ഉദ്യോഗസ്ഥരിൽ നിന്നും വന്ന വീഴ്ചകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വീഴ്ചകൾ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. UP-യിലെ പല മണ്ഡലങ്ങളിലും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി 500 രൂപ കയ്യിൽ കൊടുത്ത് അവരുടെ കൈകളിൽ മഷി പുരട്ടി നിങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളാണ് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ മാനിച്ച് ജനാധിപത്യത്തെ മാനിച്ച് ഞങ്ങൾ അധികാരത്തിലെത്തിയതെന്ന് നിങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഞങ്ങളത് മാനിക്കണം? ജനാധിപത്യ സ്രോതസ്സുകളെ നിങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനുകൾ മുംബൈയിൽ വരെ നടന്നിട്ടുള്ളതിന്റെ തെളിവുകൾ നിരത്തുകയാണ് ഊർമിള. ഇപ്പോൾ വ്യക്തമായി പറയുന്നു, പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. ഇത് പച്ചയായ സത്യമാണ്. ഇത് അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ, ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല. അവർക്ക് ചില ലാഭങ്ങൾ ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത്. ഒരു കാര്യം വ്യക്തം, വോട്ടിംഗ് മെഷീനുകളിലെ അട്ടിമറി തന്നെയാണ് ഈ ഭരണം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം എന്നുള്ളതിൽ ഏകദേശം ഉറപ്പായിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ തെളിയിച്ചു തരിക. രാജ്യത്തെ വോട്ടിംഗ് മെഷീനുകളൊക്കെ സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വ്യക്തമാക്കി പറയുക. UP-യിലെ പല കുടുംബങ്ങളും പറയുന്നുണ്ട്, ഞങ്ങളുടെ വീടുകളിൽ 7ഓളം വോട്ടുകൾ 10ഓളം വോട്ടുകളുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങൾ വിചാരിച്ച ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന ഒരു ചിന്താഗതി പോലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന കാരണം നിങ്ങൾ തന്നെയാണ്. പലരെയും പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അധികാരത്തിലേറിയതിന്റെ ഹുങ്ക് കാണിച്ച് അഹങ്കാരം കാണിച്ച് രാജ്യത്തുടനീളം മോദി തരംഗമാണെന്ന് വിളിച്ചോതുന്നവരെ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ജനാധിപത്യത്തെ മാനിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറുണ്ടോ? വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുപ്പ് നേരിടാൻ തയ്യാറുണ്ടോ നിങ്ങൾ? എങ്കിൽ മുന്നോട്ട് വരിക, അംഗീകരിച്ച് മുന്നോട്ട് വരിക. ഞങ്ങളും ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവും. എന്തുകൊണ്ട് ഞങ്ങൾ എന്ന് പറയാൻ കാരണം, രാജ്യത്തെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചതിന്റെ നേർസാക്ഷ്യങ്ങൾ നിങ്ങളിൽ നിന്നും പലതവണ പല രീതിയിൽ ഞങ്ങൾ അടങ്ങുന്നവർ വരെ നേരിട്ടിട്ടുണ്ട് എന്നുള്ള പരമമായ സത്യം മുന്നിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്ന പദം നിങ്ങൾക്ക് മുന്നിൽ ഉപയോഗിക്കുന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാക്കി പറയാം, വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ. കാരണം മുൻകൂട്ടി കണ്ട കാഴ്ചകളല്ല അത്, മറിച്ച് ചിലർ നൽകിയ തിരക്കഥയിലൂടെ പുറത്തു വന്ന യാഥാർത്ഥ്യമായിരുന്നു എക്സിറ്റ് പോളുകൾ എന്ന വാസ്തവത്തിലേക്ക്, വസ്തുതാപരമായിട്ടുള്ള ശരികളിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു കാര്യം പറയാം, ജനാധിപത്യത്തെ മാനിക്കാൻ നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് വരികയില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പതനം രാജ്യത്ത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.